ഹലോ, അപ്പൊ പ്ലേറ്റ്സ് ആൻഡ് പ്ലാൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ഥലം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, മലമ്പുഴ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇത് ഏത് ഭാഗത്താണ്, ഞങ്ങൾ എവിടെയാണ് നിൽക്കണം എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. നല്ലൊരു സ്ഥലമാണ്, ഒരു ഫോട്ടോ ഷൂട്ടിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ കവയില് വരുന്ന സമയത്ത് ഫസ്റ്റ് ഒരു വ്യൂ അല്ല, ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഒരുപാട് പേര് അടിപൊളി ഫോട്ടോസ് ആയിരിക്കും കിട്ടുക. അതെ, ഒരുപാട് പേര് ഇവിടെ വന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. വെഡിങ്ങിനും പ്രീ വെഡിങ് ഷൂട്ടും അതുപോലെ കുറെ ആൾക്കാർ വരുന്നവരൊക്കെ ഇവിടെ വന്ന് ഫോട്ടോ എടുത്തിട്ടേ പോളൂ. അപ്പൊ നമ്മുടെ ഇൻട്രോവും ഇവിടെ തന്നെ തുടങ്ങാന്ന് വെച്ചിട്ടാണ്. മിക്കവരും സേവ് ദി ഡേറ്റ് ഈ പോയിന്റ് നിന്നായിരിക്കും എടുത്തിട്ടുണ്ടാകും. അതെ, നല്ലൊരു സ്ഥലമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ലൈറ്റിംഗ് കുറച്ച് ഉച്ച സമയത്താണ് പറഞ്ഞാൽ മേലെന്ന് വരുന്ന ലൈറ്റിംഗ് ഒരു അപാര ഫോട്ടോ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ട്രഡീഷണൽ ആയിട്ട് ഒരു കേരള സ്റ്റൈൽ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. അത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ് മാമൻ നമ്മൾ ഉണ്ടാക്കാം? നമ്മളല്ല സർപ്രൈസ് ആണോ? സർപ്രൈസ് ആണെങ്കിൽ സർപ്രൈസ്. നമ്മളൊരു പുതിയ രീതിയല്ല. മുൻകാലത്ത് ഹൊഗേനക്കൽ പോയപ്പോ അവിടെ ഒരുപാട് സ്ത്രീകൾ വെച്ച് പെരുമാറുന്ന ഒരു ഫുഡാണ് ഉദ്ദേശിക്കുന്നത്. ശ്രമിച്ചു നോക്കാം, ഒരു പരീക്ഷണം എന്ന് മാത്രമേ കരുതുന്നുള്ളൂ. അല്ലാതെ ഇപ്പോ ഞങ്ങൾക്ക് അതില് എക്സ്പെർട്ട് പറയാനൊന്നുമില്ല. നന്നാവുന്നുള്ള പ്രതീക്ഷയോടെ പോകുന്നുണ്ട്. ചെയ്തില്ല ഒരു ശ്രമം തന്നെ. പിന്നെ അതിന് മെയിൻ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലമാണ്. നമ്മുടെ ലൊക്കേഷൻ നിങ്ങൾ കണ്ടു നോക്കുക, എവിടെ ഫുഡ് വെക്കാൻ പോകണമെന്നുള്ളത് ഗംഭീരമായിരിക്കും. അതൊരു വല്ലാത്തൊരു ആംബിയൻസ് ആയിരിക്കും. അവിടെ പോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. പോവാ ശരി, പോവാ. നമ്മളെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗവ്, ചെയർ, പിന്നെ കത്തി സാധനങ്ങളും വെള്ളം എല്ലാം എടുത്തിട്ടുണ്ട്. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറി വയ്ക്കാനും കപ്പ ഉണ്ടാക്കാനുള്ളതൊക്കെ ആയിട്ടുള്ള പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. വാഴല എടുത്തിട്ടുണ്ട്. മൊത്തം നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. പിന്നെ കുറച്ച് പച്ചക്കറിയും കൂടെ വാങ്ങിക്കാനുണ്ട്. പച്ചക്കറിയും കൂടെ വാങ്ങിച്ചിട്ട് നമുക്ക് അങ്ങനെ പോവാം. മാമ തോർത്തും ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. വെറുതെ ഒരു ഔട്ടിങ് ഫുഡ് കഴിക്കാം. നല്ലൊരു കുളിയും എല്ലാ സാധനങ്ങളൊക്കെ എടുത്തല്ലോ അല്ലേ? ഓ, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഒന്നും പറഞ്ഞില്ല കരുതണം. ചെയർ ഒരെണ്ണം വെക്കാൻ പറ്റുള്ളൂ. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പരിപാടി നടത്തണം. മഴ ആവോ? ഇല്ല, വിട്ട് ഗ്യാപ്പ് കിട്ടും. ഓക്കെ. നമ്മൾ പച്ചക്കറി വാങ്ങിക്കാൻ നിൽക്കുകയാണ്. കുറച്ച് സാധനങ്ങളെ മേടിക്കണുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ നാട്ടുകല്ല് നാട്ടുകല്ലിൽ നിന്ന് നമ്മുടെ ഒരാളിനെ മെയിൻ ഒരു ഷെഫിനെ വിളിക്കാനുണ്ട്. ഷെഫല്ല, നമ്മുടെ ചേട്ടനാണ്. അപ്പൊ ആളിനെയും കൂടി വിളിച്ചിട്ട് പോവാ. ആള് ഇവിടെ നമ്മുടെ ഹരിന്റെ കടയിലുണ്ട്. അപ്പോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് കല്യാണം, ബർത്ത്ഡേ, എൻഗേജ്മെന്റ്, എന്ത് തരം ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഇവന്റ് മാനേജ്മെന്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഹരിനെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ് ഹരി. ഇതാണ് ഷോപ്പ്, പൂജ ഇവന്റ്സ് ആണ് അവന്റെ. ഇതാണ് നമ്മുടെ ഷെഫ്, എന്റെ ചേട്ടനുമായ നരേട്ടൻ. നരൻ, യെസ്. ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? അതാണ് ഹരിന്റെ ഷോപ്പ് കേട്ടോ, പൂജ ഇവന്റ്സ്. അപ്പൊ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഹരിനെ വിളിച്ചാൽ മതി. പോട്ടെ. അങ്ങനെ ഇപ്പോ ഹൈവേയിൽ കയറുകയാണ്. കഞ്ചിക്കോട് കോയമ്പത്തൂർ ഹൈവേയിലേക്ക് കയറുകയാണ്. ഇവിടെ റോഡ് പണികളൊക്കെ നടക്കുന്നത് കാരണം ഇത്തിരി റോഡ് മോശമാണ്. പിന്നെ കോയമ്പത്തൂർ കഞ്ചിക്കോട് ഹൈവേന്ന് സർവീസ് റോഡിലേക്ക് കയറി. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ വീണ്ടും ഡൈവേർട്ട് ചെയ്ത് മലമ്പുഴ റൂട്ടിലേക്ക് പോവാണ്. മലമ്പുഴ കവ കേന്ദ്രീയ വിദ്യാലയം.
ലെഫ്റ്റ് സൈഡില് നമ്മളിപ്പോ മലമ്പുഴ ഡാമിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അതേതാണ് ഡാം, മാക്സിമം എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും നമ്മുടെ വീഡിയോയിൽ കൂടെ നമ്മുടെ ഇതിൽ കാണിച്ചു തരാം. മലമ്പുഴ ഡാം, അതിന്റെ മുമ്പിലുള്ള റോപ്പ് വേ നല്ല രസമാട്ടോ. അതിൽ കൂടെ പോകാനൊക്കെ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നും. സെന്ററിൽ എത്തുമ്പോൾ അങ്ങനെ റോപ്പ് കിടന്ന് ഇങ്ങനെ ആടും, ഭയങ്കര പേടിയൊക്കെ തോന്നും. നമ്മളങ്ങനെ മലമ്പുഴ പോയിട്ട് മീനൊക്കെ മേടിച്ച് വന്നു. ഇനിയിപ്പോ നേരെ കവയ്ക്ക് പോവാ. കവയിലാണ് നമ്മുടെ സ്ഥലമുള്ളത്. അപ്പോ ഇവിടുന്ന് ആനക്കൽ റൂട്ട്, അടിപൊളി റൂട്ടാണ്. നല്ല ഫോറസ്റ്റ് ഏരിയ ആണ്. ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും, എന്നാലും പറഞ്ഞു തരികയാണ്. അടിപൊളി സ്കൈ അല്ലേ മാമ? നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഒന്നാം പുഴയിലാണ്. ഒന്നാം പുഴ എത്തിയിട്ടുണ്ട്. ഈ ഒന്നാം പുഴയിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മുകളിൽ കാണുന്നതാണ് അടുപ്പുകൂട്ടി മല എന്ന് പറയും. നമ്മൾ അതെന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോപ്പ് വ്യൂ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അടുപ്പിൻ്റെ 3 കല്ല് പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ആ മല അടുപ്പുകൂട്ടി മല എന്ന പേര് വന്നത്. ഒന്നാം പുഴയിൽ നല്ല വെള്ളമുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കാണിച്ചു തരാം. കിട്ടി, അവർക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിൽ മുങ്ങിയിട്ട് അപ്പൊ തന്നെ ശീലമുള്ളത് കൊണ്ടാണ്. മുങ്ങി നിന്നിട്ടാണ് അവര് മീന് വെട്ടിപ്പിടിക്കുകയാണ് ചെയ്യാറ്. അവർക്ക് അതിലെ എക്സ്പെർട്ടുകളാണ്. നമ്മൾക്ക് കണ്ണ് കാണില്ല. അവര് ആ വെള്ളത്തിൻ്റെ ഉള്ളത് മീന് കൃത്യമായി അവർ വെട്ടിപ്പിടിക്കും. അതിൽ അനുഭവമുള്ളവരാണ് ചെയ്യുക. നമ്മൾക്കൊന്ന് ശ്രമിച്ചാൽ പോലും കിട്ടില്ല. അത് അവിടെ ഒരുപാട് പേര് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ മീൻ പിടിക്കുന്നവരാണ്. എങ്ങനെയാ ഇവർക്ക് ഇത് കാണണമെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അതെ, കണ്ട സൂം ചെയ്ത് കാണിക്കും. നമ്മൾ ലൈവായിട്ട് അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാ അവർക്ക് മീൻ കാണണമെന്ന് അറിയില്ല. ഭയങ്കര കഴിവ് തന്നെ കേട്ടോ, അല്ലേ? ഭയങ്കര കഴിവ് തന്നെയല്ലേ? നമ്മുടെ കൺമുമ്പിൽ തന്നെ അവർ പിടിച്ചിട്ട് അത് കൊണ്ടുപോയി ഇതപ്പോ രണ്ടാമതും വന്നിട്ടുണ്ട്. പോവാ മാമ, പോയാലോ? ഇപ്പോ കുറച്ച് ഫാൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ഞങ്ങളങ്ങനെ വേലമ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ കവയിന്ന് ഇതാണ് കവ റോഡ്, പ്രധാനപ്പെട്ട റോഡ്, റിംഗ് റോഡ് എന്ന് പറയും. റിംഗ് റോഡിലൂടെ വന്നിട്ട് അതിന്ന് നമ്മുടെ പ്ലോട്ടിലേക്ക് ചെറിയൊരു ഊട് വഴിയാണ് റോഡാണ് ഇത്. കോൺക്രീറ്റ് റോഡുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മൺ റോഡുമാണ്. അതിലേക്ക് ഇവിടുന്ന് ഒരു 300 മീറ്ററോളം കടന്നാലാണ് നമ്മുടെ പ്ലോട്ട് ഉള്ളത് പുഴയുടെ ഓരത്ത്. പണ്ട് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, ഭയങ്കര മോശമായിരുന്നല്ലോ റോഡ് ഭയങ്കര മോശമായിരുന്നു. 2018 പ്രളയത്തോടനുബന്ധിച്ച് ഇവിടെയെല്ലാം വെറും കല്ലുകളായിരുന്നു.
അതിനുശേഷമാണ് കോൺക്രീറ്റ് റോഡ് വന്നത്. കുറച്ച് ദൂരം മാത്രമാണ് ടാറിങ് നടത്താതെ നിൽക്കുന്നത്. ബാക്കിയെല്ലാം നല്ല റോഡ് തന്നെയാണ്. നല്ല ക്ലൈമറ്റ് ഉണ്ട്. ക്ലൈമറ്റ് നമുക്ക് അനുകൂലമാണ്. ഇപ്പോൾ മഴയില്ല, വെയിലടിക്കുന്നുണ്ട്. പക്ഷെ ആ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല മിസ്റ്റ് കയറി നോക്കുമ്പോ മിസ്റ്റും ആ ഒരു മഴക്കാറിന്റെയാണത്. ജനങ്ങൾ കണ്ട നമ്മുടെ പ്ലോട്ടില് നമ്മുടെ ഫ്ലോട്ടാണിത്. ഇതില് വേറെ ആൾക്കാരൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നു. നമുക്ക് പറയാൻ അധികാരമുണ്ട്. കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഈ കുറെ ആൾക്കാരുണ്ടല്ലോ, അവര് പ്രശ്നം ഉണ്ടാക്കുന്നു, നമ്മൾക്കും പ്രശ്നം ഉണ്ടാക്കണം. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പോ ഇദ്ദേഹം നമ്മുടെ ഫ്ലോട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ വരുന്നതാണ് നമ്മുടെ ഫ്ലോട്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പുഴയും ഒരു ചെറിയ ഭാഗമായിട്ട് വരും നമ്മുടെ സ്ഥലത്തില്. നമ്മുടെ ഫുഡ് വെക്കാൻ പോണ ലൊക്കേഷൻ നോക്കിയോ, ഇതാണ് ഫുഡ് വെക്കാൻ പോണത്. ഇനി ഗ്യാസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കും. ലൊക്കേഷൻ എങ്ങനെയുണ്ട്? കിട്ടില്ല ഫ്രെയിം അല്ലേ? അതാണ്. പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണം. കുറച്ച് പരിപാടികളുണ്ട്. മഴ വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ടാർപ്പോയി കെട്ടാൻ പോവാണ്. അപ്പൊ കുറച്ച് പണികളുണ്ട്. അപ്പൊ അതൊക്കെ നോക്കട്ടെ. നോക്കിയിട്ട് സെറ്റായിട്ട് പിന്നെ വീണ്ടും വരാം. അതേ കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ടയറുകളൊക്കെ കട്ട് ചെയ്ത് നല്ല ആംബിയൻസ് ഇങ്ങനെ മാമ പുഴയുടെ ശബ്ദം കേട്ട് ആണ് അതിന്റെ ഹൈലൈറ്റ്. എപ്പോഴും വെള്ളമുള്ള 365 ഈ പുഴയിൽ വെള്ളമുള്ള. വെള്ളത്തിന് കുറവാന്നേ ഉള്ളൂ, അല്ലാതെ വെള്ളത്തിന് വറ്റി എന്നുള്ള ഒരു ഇത് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഞങ്ങൾ കണ്ടിട്ടില്ല. മറ്റുള്ളവരോട് അന്വേഷിക്കുമ്പോഴും ഇതുവരെ വെള്ളം പറ്റിയതായിട്ട് പറയുന്നില്ല. എപ്പോഴും വെള്ളമുണ്ട്. ഇതാണ് ഇവിടെ നിന്നാണ് ഭാരതപ്പുറം. അപ്പൊ ഇനി അടുത്ത ടാസ്ക് എന്തെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അവർക്ക്. അവർ ക്ലീൻ ചെയ്ത് തന്നു, നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്യാൻ പിന്നെ നമ്മളെ എക്സ്പേർട്ട് ആയതുകൊണ്ട് എന്നവർ പറയണു. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ ചെയ്ത് കൊടുക്കാൻ എത്രയും സാധനങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. അതെ, സവാരി ഗിരി 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 സവാള ഗിരി 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 സവാള ഗിരി 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 ഗിരി.
മാമനും അവരൊക്കെ എല്ലാവരും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്യാസും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അതെ, മീന് കഴുകി കപ്പ അടുപ്പിൽ വെക്കുന്നുണ്ട്. അതിനുള്ളിൽ നമ്മളിവിടെ അതെ ഇഞ്ചിയും കാര്യങ്ങളൊക്കെ മാക്സിമം ചെറുതാക്കി അരിയാൻ പറഞ്ഞിട്ടുണ്ട് മാമൻ. അതുകൊണ്ട് ഞാൻ മാക്സിമം ചെറുതാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചത് മറന്നുപോയി. നീ ഇടയിൽ കൂടെ മറന്ന് ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. കൂടുതലും ഇത് വരികയാണെങ്കിൽ അല്ലേ വരുന്നത് ഇത് മറക്കേണ്ടത് വരും. കൂട്ടുകാരൻ ഈ ഒരു സ്ഥലത്തിന്റെ ആംബിയൻസ് ആണ് ഞങ്ങൾ. ഇതാണ് നമ്മളെപ്പോഴും വന്നു കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളാണ്. നമ്മുടെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ 365 ദിവസവും ഈ വെള്ളമുണ്ട്. ഇവിടെ ഇതുവരെ ഇങ്ങനെ വെള്ളം പറ്റിയിട്ടില്ല. ഈ ഒരു ആംബിയൻസിൽ ഇരുന്ന് ഒരു കുളിയൊക്കെ കുളിച്ച് ഇതുപോലെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് അത് നമ്മൾ തന്നെ വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അത് വേറെ ഒരു ലെവല് തന്നെയാണ്. നോക്കിയേ, ചെറിയൊരു ടെൻ്റൊക്കെ അടിച്ചിട്ട് ഭക്ഷണം വയ്ക്കുന്നു. മഴയും വരുന്നുണ്ട്, ചെറിയ മഴ, അങ്ങനെ വലിയ മഴയല്ല, ചെറിയൊരു മഴ വരുന്നുണ്ട്. ചെറിയ മഴയും പുഴയും ഭയങ്കര രസമാട്ടാ, അടിപൊളി. ആ ഫുഡും കൂടി ഇനി അടിപൊളിയായി കഴിഞ്ഞാൽ സംഭവം ഉഷാറായി. ഏകദേശം കഴിഞ്ഞ് കപ്പ വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ കാണാം. നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നരേട്ടൻ വെച്ചതാണ്. എങ്ങനെ ഉണ്ടാവും നരേട്ടാ? അങ്ങനെ നമ്മുടെ മാമൻ ഇതിപ്പോ അടുത്തത് സ്പെഷ്യൽ മീൻ കറി ഉണ്ടാക്കാൻ പോവാണ്. മീൻ വറുക്കാൻ പോവാണ്, മീൻ കറി ഉണ്ടാക്കാനാണ്. മീൻ വറുക്കല് ധാരാളം എണ്ണ ഒഴിച്ചിട്ട് അതില് നമ്മളെ മറ്റേ ഇവിടെ കണ്ടില്ലേ ആളിയാറില്, അതേപോലെ എണ്ണയില് കുളിപ്പിച്ചെടുക്കുകയാണ്. മീനിനെ കുളിപ്പിച്ചെടുക്കാൻ പോവാണ് നമ്മള് കാശ്. അപ്പൊ നമ്മള് ആളിയാർ സ്റ്റൈലിലാണ് വെക്കാൻ മീൻ ഫ്രൈ ചെയ്യാൻ പോണത്. കറിവേപ്പില ഇട്ടിട്ടുണ്ട് ആദ്യം തന്നെ. അടുത്തത് പച്ചമുളക്, ഒരു പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ട് ഇട്ടിട്ടുണ്ട്. മാമൻ ഐശ്വര്യമായിട്ട് എടുത്തിട്ട് നോക്കട്ടെ. അറിഞ്ഞെടുത്താൽ മതി കേട്ടോ. ശരി, റെഡി.
അപ്പൊ മീന് നമ്മള് എണ്ണയിലേക്ക് ഇടുകയാണ്. ആദ്യത്തെ മീന് ചൂട് പോരാ. നമ്മളിതില് മീൻ കറി വെക്കാനാണ് പോണത്. മീൻ കറിയിൽ ചട്ടി ചൂടായ ശേഷം എണ്ണ ഒഴിക്കാം. ചട്ടി മറ്റേ കാറ്റ് കൂടുതൽ അടിക്കുന്നത് കാരണം ചട്ടിയിലേക്ക് തീ ശരിക്ക് കിട്ടുന്നില്ല. ഓപ്പൺ പ്ലേസിലാണല്ലോ നമ്മൾ തയ്യാർ ചെയ്യണത് ആഹാരം. അപ്പൊ ഒന്ന് ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾക്ക് മീൻ കറിക്ക് ആദ്യം എണ്ണ ഒഴിക്കുകയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിക്കുകയാണ് ആവശ്യത്തിന്. വെളിച്ചെണ്ണയാണ് നമ്മൾ കൊണ്ടുവന്നത്. വീട്ടിലാട്ടിയ എണ്ണയാണ്, വെളിച്ചെണ്ണയാണ് കൊണ്ടുവന്നത്. സ്വല്പം ജീരകം, 1 സ്പൂൺ ജീരകം ഇടാം ഞമ്മക്ക്. വെന്തയം കട്ടി, വെന്തയം. അത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയതാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ ഓക്കെ. അടുത്ത നമ്മൾ ജീരകം ഇടും. അടുത്തത് നമ്മളിപ്പോ ജീരകം ഇടാൻ പോവാണ്. ഇതൊക്കെ മാമന്റെ സ്പെഷ്യൽ കൂട്ടാണോ? ജീരകം, കുരുമുളക്, അടുത്തതായി ഇതേപോലെ ചെറിയ ഉള്ളി ഇടുകയാണ്. അടുത്തത് തക്കാളി. നമ്മൾക്ക് കുറെ പരിമിതികളുണ്ട് ഇവിടെ. നമ്മൾക്ക് മിക്സി ഇല്ല, അടിക്കണമെങ്കിൽ ബുദ്ധിമുട്ട് കാരണമാണ് ചെറിയ ഉള്ളിനെ പിന്നെയും കട്ട് ചെയ്തത്. അതേപോലെ ഈ കലക്കണ എല്ലാ സാധനത്തിനും നമ്മൾ മിക്സിയിലിട്ട് അടിക്കണമായിരുന്നു. ആ സൗകര്യം കാടായത് കൊണ്ട് ഇവിടെ സൗകര്യമൊന്നുമില്ല, പുഴയടുത്താണ്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇഞ്ചിനെയും വെളുത്തുള്ളിനെയും കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കി ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ വെക്കണ മീൻ കറിയിൽ ഒരു മിക്സി ഇവിടെ കിട്ടാത്തത് കാരണമാണ് വലിയ ബുദ്ധിമുട്ടായി മാറിയിട്ടുള്ളത്. ഈ ഉണ്ടാക്കണ എല്ലാ സാധനവും മിക്സിയിലിട്ട് ഒന്ന് നല്ലപോലെ അരച്ചാലാണ് മീൻ ചാറിന് അതിൻ്റെതായ ടേസ്റ്റ് വരിക. അപ്പോൾ പുളി ഇട്ടിട്ടുണ്ട്, പുളിയും എല്ലാം ചേർത്ത് നമ്മൾക്കൊന്ന് അരച്ചെടുക്കണമായിരുന്നു. അതിവിടെ പറ്റാത്ത കാരണം നമ്മൾ ചെയ്ത് നോക്കണ്ടേ എത്രത്തോളം സക്സസ് ആകുന്നുള്ളത്. വെയിറ്റ് ചെയ്യേ, കാണാം. മുളക് പൊടി 2 സ്പൂൺ ഇടുന്നുണ്ട്, മല്ലിപ്പൊടി 3 സ്പൂൺ ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ഇടുന്നുണ്ട്, അവിടുന്ന് ഫിഷ് കറി മസാല എടുക്ക്. അവിടുന്ന് മറ്റേ വീട്ടിൽ നിന്ന് ഇരുമ്പമ്പുളി കൊണ്ടുവന്നു.
ചാറ് തിള വരുന്നുണ്ട്. ഇനിയിപ്പോ മീൻ കഷ്ണങ്ങളെ അതിലേക്ക് ഇറക്കിയിടാം. കാറ്റടിക്കുന്നത് കാരണം ഫ്ലെയിം ശരിക്ക് ചൂട് കിട്ടുന്നില്ല. നമ്മള് ഉള്ള സൗകര്യം വെച്ചിട്ട് ചെയ്യാണ്. ഇനി കുറച്ചു നേരം അടച്ചു വെക്കാം. തിള വരട്ടെ. തിള വന്ന ഒരു 10 മിനിറ്റ് തിളച്ച ശരിയാവും. കറിവേപ്പില കിട്ടാം, പച്ചക്കറിവേപ്പില കിട്ടാം, ഇത്തിരി ഉപ്പിടും. ശരിയാണ്. ഇളക്കണ്ട അടുപ്പിച്ചാണ് അവിടെ ഇറക്കണതിന്റെ ഉപ്പ് വെളിച്ചെണ്ണ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അങ്ങനെ അടച്ചു വെക്കുക 10 മിനിറ്റ്. മീൻകറി ഏകദേശം റെഡിയായ പോലെയാണ്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം. പിന്നെ അവിടെ വിളമ്പാനുള്ളത് ഒഴിക്കുക. വെളിച്ചം പോണതിനുള്ളിൽ ഇരിക്കുന്ന മാതിരി സെറ്റ് ചെയ്യാം. നിൽക്കും ഇച്ചിരി ലൈറ്റ് എടുത്ത് ഇപ്പൊ മഴ വരും. എലി കിട്ടോ? കുടിവെള്ളം നമ്മള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിലെ മീൻകറിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല മണമുണ്ട്. താങ്ക് യു മാമ. ഇത് ഞാൻ കഴിക്കില്ല. വേറെ ഒരു പീസ് എടുത്തു. നീ പോട്ടെ, വേറെ പീസ് എടുത്തു. ഞാൻ കഴിക്കും. എത്ര തലിയാടാ? ഓ, ഇവിടെ പീസ് എടുത്തു കൊടുക്കും. നമ്മള് സാധാരണ ഈ ചെറിയുള്ളി, തക്കാളി ഇതെല്ലാം മിക്സിയിലിട്ട് അടിക്കണം. അടിച്ചാലാണ് അതൊരു കട്ടിയായ ഒരു ഫോമിലേക്ക് എത്തും. അതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾക്കിപ്പോ മിക്സി അടിക്കാൻ പറ്റാത്ത കാരണമാണ് ഇങ്ങനെയുള്ള ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ടേസ്റ്റ് അത്ര കയറി വന്നിട്ടില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കത് ഞാൻ അറിയാത്തതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് ടേസ്റ്റ് വൈസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മള് ഈ ഒരു ആംബിയൻസിൽ ഇരുന്ന് കഴിക്കണതാണോ എന്താന്ന് എനിക്കറിയില്ല. ചേട്ടാ എങ്ങനെയുണ്ട്? അടിപൊളി ഫുഡ്. മീൻകറിയും അതുപോലെ തന്നെ കപ്പയെല്ലാം അടിപൊളിയായിരുന്നു. അടിപൊളി. ഓക്കെ. അതിന് കുഴപ്പമുണ്ടോ? കുറവ് പറയുന്നില്ല. മഴ സപ്പോർട്ടാണ്, അതുകൊണ്ട് ഫുഡും അടിപൊളിയാണ്. നമ്മളെ വെച്ചുകൊണ്ട് നമ്മൾ പറയല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയാ, കഷ്ടപ്പെടുമ്പോ ഇഷ്ടപ്പെടും എന്നാണല്ലോ അല്ലേ? നൈസായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അത് ഈ ഒരു ആംബിയൻസിൽ നിന്ന് കഴിക്കുമ്പോൾ സൂപ്പറായിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് പുഴയിൽ പോയി ഇരുന്ന് കഴിക്കാൻ പറ്റുള്ള അവിടെ ചെറിയൊരു നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സിറ്റിംഗ് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, എല്ലാവരും കൂടി ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. മഴ വരേണ്ട എല്ലാ ചാൻസും ഉണ്ട്. ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം മഴ കാത്തിരിക്കുകയാണ്. മീൻ വറുത്തതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല.
കാരണം എണ്ണ നമ്മൾ ആട്ടിയ എണ്ണ ആയതുകൊണ്ട് അത് തകർത്തു, അത് സെറ്റപ്പായി. എല്ലാം വെളിച്ചെണ്ണന്റെ ഫ്ലേവർ. അത് നമ്മള് എണ്ണയിലിട്ട് തിളപ്പിച്ചാൽ മാത്രമേ ഈ ഫ്ലേവർ, നമ്മള് എണ്ണ ഒഴിച്ചൊരു മറിച്ചിട്ട് പറഞ്ഞാൽ ഇതിന്റെ സുഖം കിട്ടില്ല. നമ്മള് വാൾപ്പാറ ചെയ്തുകൊണ്ടാണ് ഇത്രയും രസമായത്. ഇത് തകർത്തു. അടിപൊളി സാധനം കേട്ടോ. ആ ഒരു ഫ്ലേവർ ഭയങ്കര ഫ്ലേവർ. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഈ ഫ്ലേവർ ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ചങ്ങാതിമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ തുടർന്നും അടിപൊളി വീഡിയോസ് ആയിട്ട് വരും. എന്താണ് മാം പറയാനുള്ളത് ഈ വീഡിയോസിന്? സമയം വൈകി. പിന്നെ ഒരു പ്രധാന കാര്യം, എപ്പോഴും ഈ പുഴയോരത്ത് മറ്റുള്ളവരുടെ പ്ലോട്ടിൽ കയറി നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കരുത്. ഇത് എന്റെ സ്വന്തം പ്ലോട്ട് ആയതുകൊണ്ടാണ് ഞാൻ ആധികാരികമായിട്ട് ഇവിടെ നിന്നുകൊണ്ട് ചെയ്തത്. മറ്റുള്ളവര് എന്ത് പ്രതികരിക്കും എന്നുള്ളത് അറിയില്ല. ഒന്ന് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റുള്ളവരുടെ ഓണർമാർ എന്ത് പറയുന്ന അറിയില്ല. ഓക്കെ, അപ്പോ ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ, ട്രാവൽ വീഡിയോ ആയിട്ടും വരുന്നതായിരിക്കും. മാമനും മരുമകനും വീണ്ടും യാത്ര പറയുന്നു. ഗുഡ് നൈറ്റ്. One extremely annoying shift later. അപ്പൊ നമ്മള് കുളിച്ചു കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, സെറ്റാണ്. ഇപ്പൊ വീട്ടിലേക്ക് പോകണ്ടായി, തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഐസ് പോലെയുണ്ട് വെള്ളം, അടിപൊളി ഫ്രഷ് വെള്ളം. ഇത് ഡയറക്റ്റ് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഒന്നും ഉണ്ടാവില്ല, ഇടയിലൊന്നുമില്ല, ഡയറക്റ്റ് മലയിൽ നിന്ന് വരുന്ന വെള്ളം. ഈ സമയത്ത് കുളിക്കാൻ, ഈ സമയത്തും ഇവിടെ കുളിക്കാൻ ഒരു യോഗമാണ് അല്ലേ? Ay, 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 ay,